ഹായ് ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു വീഡിയോ ഇടുകയാണ്. സോഷ്യോളജി ടോപ്പിക്കാണ്. നേച്ചർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. ICD സൂപ്പർവൈസർ എക്സാമിന് അതുപോലെ തന്നെ പ്രൊബേഷൻ ഓഫീസർ എക്സാമിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ കാണുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എന്താണ് സോഷ്യോളജി, അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യോളജി എന്നാണ് ഡിസിപ്ലിനായിട്ട് തുടങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻട്രോ പോലെ നമുക്ക് നോക്കാം. കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കുക, പ്ലേലിസ്റ്റിലുണ്ട്. അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ സൊസൈറ്റിയെക്കുറിച്ചുള്ള പഠനം, അല്ലേ, സ്റ്റഡി ഓഫ് സൊസൈറ്റി എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. അല്ലെങ്കിൽ സയൻസ് ഓഫ് സൊസൈറ്റി, അല്ലേ, സൊസൈറ്റിയുടെ ഒരു സയൻസാണ്, സൊസൈറ്റിയെക്കുറിച്ചുള്ള പഠനമാണെന്നൊക്കെ നമുക്ക് പറയാം. എങ്ങനെയുള്ള പഠനമാണ്? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനമാണ്. ഓക്കെ, സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സയൻസിൽ ഉള്ളത്. വേർഡ് സോഷ്യോളജി എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്? ഇത് പറയുമ്പോൾ ഞാൻ മുന്നേ തന്നെ പറയട്ടെ, പല ടെക്സ്റ്റുകളും നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് വേരിയേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. സോഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു ടേം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ലാറ്റിൻ പദത്തിൽ നിന്നും ഗ്രീക്ക് പദത്തിൽ നിന്നുമാണെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, എല്ലാ പുസ്തകങ്ങളിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലാറ്റിൻ പദത്തിൽ നിന്നും ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ്. ചില പുസ്തകങ്ങളിൽ സൊസൈറ്റസ് എന്ന ലാറ്റിൻ പദമാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ചില പുസ്തകങ്ങളിൽ സോഷ്യസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാക്കുകളും നിങ്ങൾ പഠിക്കുക, അതാ ചെയ്യേണ്ടത്. രണ്ട് വാക്കുകളും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ നമുക്ക് PSCക്ക് ഓപ്ഷൻസ് തരുമല്ലോ, ആ 4 ഓപ്ഷൻസും നോക്കിയിട്ട് ഏതാണ് ഓപ്ഷനിലുള്ളത് അത് വെച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ചിലർ ചോദിക്കും 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ ആലോചിക്കേണ്ട, എന്തായാലും ഒരു ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ 2 വാക്കുകളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സൊസൈറ്റസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നുണ്ട്. സൊസൈറ്റസ് എന്ന് പറയുന്ന വാക്കിനർത്ഥം സൊസൈറ്റി എന്നാണ്. അതുപോലെ തന്നെ സോഷ്യസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് വന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. സോഷ്യസിന് അർത്ഥം കമ്പാനിയൻ അല്ലെങ്കിൽ അസോസിയേറ്റ് എന്നാണ്. ഓക്കെ, ലോഗോസ് എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, ഗ്രീക്ക് പദമാണെന്നറിയാം. സ്റ്റഡി അല്ലെങ്കിൽ സയൻസ് ഓഫ് എന്നൊക്കെയാണ് അതിനർത്ഥം. അപ്പോൾ എറ്റിമോളജിക്കലി പറയുകയാണെങ്കിൽ സയൻസ് ഓഫ് സൊസൈറ്റി എന്നും പറയാം, അല്ലേ, സയൻസ് ഓഫ് കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ അസോസിയേഷൻ എന്നും നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ 2 വാക്കുകളും ഉപയോഗിക്കുന്നത്. ഓക്കെ, ലോഗോസ് എന്ന് പറയുന്ന വാക്ക് ഗ്രീക്ക് വേർഡാണ്, സ്റ്റഡി ഓഫ് എന്നാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ലാറ്റിൻ പദത്തിലാണ് ഒരു ചെറിയ വേരിയേഷൻസ് പുസ്തകങ്ങളിൽ കാണുന്നത്. അപ്പം ഞാനിത് പ്രത്യേകം എടുത്ത് പറയാൻ കാര്യം, ഒരു വീഡിയോയുടെ കമൻറ്റിന് താഴെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ലാറ്റിൻ പദമായിട്ടുള്ള സോഷ്യസിൽ നിന്നുമാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ 2 പുസ്തകത്തിൽ മാറി മാറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 ടേംസും ഫെമിലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ള വ്യക്തി, ആദ്യമായി കോയിൻ ചെയ്തിട്ടുള്ളത് അഗസ്റ്റ് കോംറ്റാണ്. നമുക്കറിയാം, ഫ്രഞ്ച് ഫിലോസഫറാണ്. ഇവിടെയും ഞാൻ 2 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 1838 കൊടുത്തിട്ടുണ്ട്, 1839 കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് ബുക്സ് നമ്മൾ റെഫർ ചെയ്യുമ്പം 2 ഡേറ്റ്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 1838 കാണാൻ പറ്റുന്നുണ്ട്, 1839 കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ 2 ഡേറ്റ്സും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. The teaching of sociology as a separate discipline started in 1876 in the United States, 1889 in France, 1907 in Great Britain, after World War I in Poland and India, in 1925 in Egypt and Mexico, and 1947 in Sweden. ഇത് ഞാൻ പറയാൻ കാര്യം, ഒരു MCQ ലെവലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴേക്കും ഇതൊക്കെ ചോദിക്കാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഡേറ്റ്സും കൂടി ഞാനൊന്ന് ആഡ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഇയേഴ്സും കൂടി ഞാനൊന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിച്ച് വെച്ചേക്കുക. ചിലപ്പോൾ ചോദിച്ചാലോ, ഈ ഒരു സോഷ്യോളജി ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിനായിട്ട് എന്നാണ് ഇന്ത്യയിൽ വന്നത് അല്ലെങ്കിൽ US വന്നതെന്നൊക്കെ ചോദിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കുക. ഇയേഴ്സ് ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചേക്കുക. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നേച്ചർ ഓഫ് സോഷ്യോളജി, ഇതാണല്ലോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം പല ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ് പല രീതിയിലാണ് നേച്ചർ ഓഫ് സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ എടുക്കുന്ന റോബർട്ട് ബെസ്റ്റഡിൻ്റെ ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയാൻ പറ്റില്ല, ക്യാരക്ടറിസ്റ്റിക്സ്. കാര്യം കുറേയധികം ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോഷ്യൽ ഓർഡർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള അനലിസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്, പോയിന്റ് വൈസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റോബർട്ട് ബെസ്റ്റഡിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ പഠിക്കാം.
റോബർട്ട് ബസ്റ്റഡിൻ്റെ ഒരു ഫേമസ് കോട്ടാണ്, സോഷ്യോളജി ഹാസ് എ ലോങ് പാസ്റ്റ് ബട്ട് ഷോർട്ട് ഹിസ്റ്ററി. എന്താണ്? സോഷ്യോളജി ഹാസ് എ ലോങ് പാസ്റ്റ് ബട്ട് ഷോർട്ട് ഹിസ്റ്ററി. ഒന്നുകൂടെ പറയാം, വ്യക്തമായിട്ട് പഠിച്ചു പോകൂ. സോഷ്യോളജി ഹാസ് എ ലോങ് പാസ്റ്റ് ബട്ട് ഷോർട്ട് ഹിസ്റ്ററി. ഒരു ലോങ് പാസ്റ്റ് ഉണ്ട് സോഷ്യോളജിക്ക്, പക്ഷെ അതിനൊരു ഷോർട്ട് ഹിസ്റ്ററി ആണെന്ന് പറഞ്ഞ ആരാണ്? ബസ്റ്റഡ്, റോബർട്ട് ബസ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഓർഡർ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോളജി ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സയൻസ്. സോഷ്യോളജി ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആണ്. ഓക്കെ, ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സോഷ്യോളജി എന്ന് പറയുന്ന മറ്റൊരു ഡിസിപ്ലിനെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അല്ല, അല്ലേ, ഒരു സയൻസ് അല്ല. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആണ്. ഇതിൻ്റേതായ ഫീൽഡ് ഓഫ് സ്റ്റഡി ഉണ്ട്, അതുപോലെ ബൗണ്ടറി ഉണ്ട്, മെത്തേഡുകളുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. മറ്റൊരു ഡിസിപ്ലിൻ്റെ അല്ലെങ്കിൽ സയൻസിൻ്റെ ഒന്നും ബ്രാഞ്ചായിട്ടല്ല നമ്മൾ സോഷ്യോളജി ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഇൻഡിപെൻഡൻറ്റ് സയൻസ് എന്ന് പറയാനുള്ള മെയിനായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ നല്ലോണം മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കൂ. സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആണ്. എന്താണ് സോഷ്യോളജി എന്ന് പറയുന്നത്? ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആണ്. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇത് മറന്നു പോകാൻ ഒരു സാധ്യതയില്ല. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സയൻസ് ആണ്, ഒരിക്കലും ഒരു ഫിസിക്കൽ സയൻസ് അല്ല. ഓക്കെ, സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ സയൻസ് ആണ്, അതൊരു ഫിസിക്കൽ സയൻസ് അല്ല. സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പല പല സോഷ്യൽ ബിഹേവിയർ പോലുള്ള കാര്യങ്ങൾ, അല്ലേ, സോഷ്യൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ്, പ്രധാനമായിട്ടും മനുഷ്യനിൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുന്നു, അല്ലേ. അതാണ് എല്ലാ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസും ചെയ്യുന്നത്. സോഷ്യൽ സയൻസുകൾ കൂടുതലായിട്ടും ഹ്യൂമൻ സൊസൈറ്റിയുടെ ആസ്പെക്റ്റുകളെ പഠിക്കുമ്പോൾ ഫിസിക്കൽ സെൻസ് ഡീല് ചെയ്ത് വരുന്നത് നാച്ചുറൽ ഫിനോമിനയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സോഷ്യോളജി ഒരു സോഷ്യൽ സയൻസ് ആണെന്ന് നമുക്ക് പറയാം. കാര്യം മാനിനെയും ഹ്യൂമൻ സൊസൈറ്റിയുടെ ആസ്പെക്റ്റുകളെയും സോഷ്യൽ ആക്ടിവിറ്റിയൊക്കെ അല്ലേ പഠിക്കുന്നത് സോഷ്യോളജിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാടെ? സോഷ്യൽ സയൻസ് ആണ്, അല്ലേ. സോഷ്യോളജി ഒരു സോഷ്യൽ സയൻസ് ആണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നാച്ചുറൽ ഫിനോമിന ഡീൽ ചെയ്യുന്ന മറ്റുള്ള മാത്സോ കെമിസ്ട്രിയോ ഫിസിക്സോ ജിയോളജിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം എന്താണ്? ഫിസിക്കൽ സയൻസുകളാണ്. അപ്പോൾ ആ രണ്ട് പോയിന്റ് ക്ലിയർ ആയല്ലോ. സോഷ്യോളജി ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആണ്, അതുപോലെ തന്നെ സോഷ്യോളജി ഒരു സോഷ്യൽ സയൻസ് ആണ്, ഒരിക്കലും അതൊരു ഫിസിക്കൽ സയൻസ് അല്ല. പിന്നെ പറയുന്നത് എന്താണ്? സോഷ്യോളജി ഒരു പ്യുവർ സയൻസ് ആണ്, ഒരിക്കലും ഒരു അപ്ലൈഡ് സയൻസ് അല്ല എന്ന് പറയുന്നുണ്ട്. അതും നമുക്കറിയാമല്ലേ. പ്യുവർ സയൻസുകൾ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം, പ്യുവർ സയൻസിലൂടെ നമ്മൾ നോളജ് അക്വസിഷൻ ആണ് പോസിബിൾ ആകുന്നത്. ഓക്കെ, പ്യുവർ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് അവിടെ വരേണ്ട വാക്ക് എന്താണ്? നോളജ് അക്വസിഷൻ ആണ്. ഓക്കെ, എന്താണ്? നോളജ് അക്വസിഷൻ ആണ്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കെയർ അബൌട്ട് ഇറ്റ്സ് യൂസ്ഫുൾനെസ്. അതിൻ്റെ യൂസിനെ കുറിച്ചിട്ട് വലിയ കെയർ ഒന്നും അതിൽ വരുന്നില്ല, ഒരു വലിയൊരു ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല. പ്യുവർ സയൻസുകാർ അങ്ങനെ കൊടുക്കുന്നില്ല. പ്യുവർ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളൊരു അർത്ഥം മാത്രമാണ് അവിടെ നമ്മൾ ഊന്നി പറയേണ്ടത്. ഓക്കെ, ഇപ്പോൾ അപ്ലൈഡ് സയൻസിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് അക്വിസിഷനും ഉണ്ട്, അതുപോലെ തന്നെ അതിനെ അതിനെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനിലോട്ട് കൊണ്ടുവരികയുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, ഫിസിക്സ് എന്ന് പറയുന്ന ഒരു പ്യുവർ സയൻസ് ആണ്, അതിൻ്റെ അപ്ലൈഡ് ഫീൽഡാണ് എൻജിനീയറിംഗ്, അല്ലേ. അപ്പോൾ ഫിസിക്സിൽ എന്താണ്? നമ്മൾ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല, പകരം നമ്മൾ പഠിക്കുന്നു, അല്ലേ. അക്വസിഷൻ ഓഫ് നോളജ്, പല പല തിയറംസും കാര്യങ്ങളും എല്ലാം നമ്മൾ ലോസും ഒക്കെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നോളജ് അക്വസിഷനാണ് അവിടെ നടക്കുന്നത്. അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഈ ഫിസിക്സ് കൊണ്ട്? പറ്റും. എൻജിനീയറിംഗ് എന്നുള്ളൊരു ഫീൽഡ് അപ്ലൈഡ് ഫീൽഡ് ഓഫ് ഫിസിക്സ് ആണ്, അത് വെച്ച് നമുക്ക് പറ്റും. ഓക്കെ, അപ്പം ഓരോ പ്യുവർ സയൻസിനും അതിൻ്റേതായ അപ്ലൈഡ് സയൻസുകളും ഉണ്ട് എന്നല്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സോഷ്യോളജിക്കും അതിൻ്റെ അപ്ലൈഡ് സയൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്, ഡിപ്ലോമസി ഉണ്ട്. ഇതെല്ലാം സോഷ്യോളജിയുടെ അപ്ലൈഡ് സയൻസുകളാണ്. എന്നാൽ സോഷ്യോളജി ഒരു അപ്ലൈഡ് സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അതൊരു പ്യുവർ സയൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. പ്യുവർ സയൻസ് എന്താണെന്ന് വെച്ചാൽ നോളജ് അക്വിസിഷൻ മാത്രമേ ഉള്ളൂ, അതിനെ ആക്ഷനിലോട്ട് പുട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ആക്ഷനിലോട്ട് പുട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെവൽ യൂസ് ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്ലൈഡ് സയൻസുകൾ എന്ന് പറയുന്നത്. അതെന്താണ്? എൻജിനീയറിംഗ് പോലെയും അല്ലെങ്കിൽ സോഷ്യൽ വർക്കൊക്കെ ഒരു അപ്ലൈഡ് സയൻസ് ആണ്, കാര്യം ആപ്ലിക്കേഷൻ ലെവൽ പോകുന്നുണ്ടല്ലോ. അപ്പം അത്രയും നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ പറയുന്നത് സോഷ്യോളജി ഈസ് എ കാറ്റഗറിക്കൽ ആൻഡ് നോട്ട് എ നോർമേറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നുണ്ട്. സോഷ്യോളജി ഒരു കാറ്റഗറിക്കൽ ആയിട്ടുള്ള ഡിസിപ്ലിനാണ്, അല്ലെങ്കിൽ കാറ്റഗറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഫ്രീ എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ.
വാല്യൂ ഫ്രീ. അതായത് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സയൻസ് എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ അതിൽ വരുന്നില്ല. ഓക്കെ, സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുന്നത് ഒരിക്കലും അത് യൂസ്ലെസ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പർപ്പസും ഇല്ലാത്ത ഒന്നാണോ എന്നല്ല ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്നുള്ള ഒരു ജഡ്ജ്മെൻ്റ് അവിടെ സോഷ്യോളജിയിൽ വരുന്നില്ല. ഓക്കെ, ഇറ്റ് ഓൺലി മീൻസ് ദാറ്റ് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ കനോട്ട് ഡീൽ വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. ഗുഡ് ഈവിൾ അല്ലെങ്കിൽ ശരി തെറ്റ്, മോറൽ ഇമ്മോറൽ എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യോളജിയിൽ വരുന്നില്ല. അതായത് നോർമേറ്റീവ് സയൻസ് അല്ല, പകരം ഇതൊരു കാറ്റഗറിക്കൽ അല്ലെങ്കിൽ വാല്യൂ ഫ്രീ ആണ്. അപ്പം കാറ്റഗറിക്കൽ എന്നുള്ളതിനേക്കാൾ നമുക്ക് പെട്ടെന്ന് അത് ഓർത്ത് വയ്ക്കാൻ വാല്യൂ ഫ്രീ എന്നുള്ളൊരു വാക്ക് ഓർക്കുക. ഓക്കെ, ചിലപ്പോൾ ഓപ്ഷനുകളിൽ നമുക്ക് വാല്യൂ ഫ്രീ എന്നുള്ളൊരു വാക്ക് ഇല്ലെങ്കിൽ പോലും കാറ്റഗറിക്കലിൻ്റെയാണ് നമ്മൾ വാല്യൂ ഫ്രീ എന്നർത്ഥം ആക്കുന്നത്, അത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, കാറ്റഗറിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ വാല്യൂ ഫ്രീ, ഇത് രണ്ടും ഒന്നാണ്. ഓക്കെ, വാല്യൂ ഫ്രീ ആണ്, അതായത് ഇന്നത് ശരിയാണ്, അത് ഗുഡാണ്, ഇത് ഈവിളാണ്, ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സോഷ്യോളജി എന്ന് പറയുന്ന സയൻസിൽ വരുന്നില്ല. നോർമേറ്റീവ് ആയിട്ടുള്ള സയൻസ് അല്ല, പകരം കാറ്റഗറിക്കൽ അല്ലെങ്കിൽ വാല്യൂ ഫ്രീ ആയിട്ടുള്ളൊരു സയൻസാണ് സോഷ്യോളജി. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് റിലേറ്റീവ്ലി ആൻ അബ്സ്ട്രാക്ട് ആൻഡ് നോട്ട് എ കോൺക്രീറ്റ് സയൻസ്. അബ്സ്ട്രാക്ട് സയൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് അബ്സ്ട്രാക്ട് സയൻസ് ആണ്, അതായത് ഒരു തിയററ്റിക്കൽ വേയിൽ നമ്മൾ പഠിക്കുകയല്ലേ ചെയ്യുന്നത് സോഷ്യോളജി. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പ്യുവർ സയൻസ് ആണ്. സൊസൈറ്റിയെ നമ്മൾ എന്തായിട്ട് പഠിക്കുന്നു, ഒരു അബ്സ്ട്രാക്റ്റ് വേയിലാണ് സോഷ്യോളജിയിൽ പഠിക്കുന്നത്. ഹ്യൂമൻസിൻ്റെ ഈവൻസും അവരുടെ ആ ഒരു പാറ്റേൺസും ഒക്കെ, അതൊക്കെ നമ്മളെങ്ങനെയാണ് പഠിക്കുന്നത്? ഭയങ്കര കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു സമൂഹം എടുത്ത് സമൂഹത്തിലെ ആൾക്കാരുടെ അവരുടെ ഈവൻസ്, അവരുടെ ബിഹേവിയറോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാറ്റേണും അവരുടെ ഇൻട്രാക്ഷനും ഒക്കെ നമുക്ക് ഭയങ്കര കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. ഓക്കെ, സോഷ്യോളജിയിൽ ഇതിനൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. സോഷ്യോളജിയിൽ പർട്ടിക്കുലർ ഫാമിലീസ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് പറയുന്നുണ്ട്. എല്ലാ സൊസൈറ്റിയിലും ഓക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന, ഐ മീൻ സോഷ്യോളജി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ particular families but family as a social institution that exists in all societies. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഒരു ആബ്സ്ട്രാക്റ്റ് വേയിലാണ് പഠിക്കുന്നത്. കോൺക്രീറ്റ് ആയിട്ട് എടുത്ത് ഓരോ ഫാമിലിയിൽ വരുന്ന കാര്യങ്ങൾ, ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന കോൺക്രീറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സോഷ്യോളജിയിൽ പഠിക്കുന്നില്ല. പകരം ഒരു ആബ്സ്ട്രാക്റ്റ് വേയിലാണ് പഠിക്കുന്നത്. ഓക്കെ, എല്ലാ സൊസൈറ്റിയിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ അതിനെ പഠിക്കുകയാണെങ്കിൽ അതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് പഠിക്കുകയാണ്. മറ്റൊരു എക്സാമ്പിൾ പറയുന്നത് സോഷ്യോളജി ഈസ് നോട്ട് കൺസേൺ വിത്ത് പർട്ടിക്കുലർ വാർസ് ആൻഡ് റെവല്യൂഷൻസ് ബട്ട് വാസ് വിത്ത് വാർ ആൻഡ് റെവല്യൂഷൻ ഇൻ ജനറൽ ആസ് എ സോഷ്യൽ ഫിനോമിന, ആസ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ കോൺഫ്ലിക്റ്റ്. അപ്പം പലതരത്തിലുള്ള വാർ എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളും റെവല്യൂഷൻസിനെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഒരു പർട്ടിക്കുലർ യുദ്ധം അല്ലെങ്കിൽ പർട്ടിക്കുലർ റെവല്യൂഷൻ അതിനെ എടുത്ത് അനലൈസ് ചെയ്യുക, അങ്ങനെയല്ല, അബ്സ്ട്രാക്റ്റ് വേയിലാണത് പഠിക്കുന്നത്. മൊത്തത്തിൽ ജനറൽ ആയിട്ട് വാറുകളെ എന്താണ് ഒരു സോഷ്യൽ ഫിനോമിന ആയിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോഷ്യൽ കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ നമ്മൾ ഇനി പഠിച്ചു വരുമ്പോഴേ നമ്മൾ ഈ സോഷ്യൽ കോൺഫ്ലിക്റ്റുകൾ എന്താണ്, രീതികൾ എന്താണ്, അതിൻ്റെ ടൈപ്പ് എന്താണ് ഒരു സോഷ്യൽ ഫിനോമിന എന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുള്ളൂ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക, ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റ് ആണ് വാറെന്ന് പറയുന്നത്, ഒരു കോൺഫ്ലിക്റ്റ് ആണെന്നൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ കോൺഫ്ലിക്റ്റുകളെ മൊത്തത്തിൽ പഠിക്കുക, ഒരു കോൺക്രീറ്റ് ആയിട്ട് പഠിക്കുകയല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനെ പർട്ടിക്കുലർ ആയിട്ട് പഠിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? അതോ പർട്ടിക്കുലർ ആയിട്ട് പഠിക്കുന്നില്ല, പകരം മൊത്തത്തിലായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, പർട്ടിക്കുലർ വാർസ് അല്ലെങ്കിൽ റെവല്യൂഷൻസിനെ പഠിക്കുമ്പോൾ അതിനെ കോൺക്രീറ്റ് ആയിട്ടല്ലേ പഠിക്കുന്നത്, അല്ലാണ്ട് ജനറൽ ആയിട്ടൊരു സോഷ്യൽ ഫിനോമിന ആയിട്ടാണ് സോഷ്യോളജി പഠിക്കുന്നത്. പിന്നെ പറയുന്നത് സോഷ്യോളജി ഈസ് എ ജനറലൈസിങ് ആൻഡ് നോട്ട് എ പർട്ടിക്കുലറൈസിങ് ഓർ ഇൻഡിവിജ്വലൈസിങ് സയൻസ്. ഓക്കെ, നമ്മൾ അത് മുകളിലത്തെ പോയിന്റ് പോലെ തന്നെയാണ് വരുന്നത്, ഒരു ജനറലൈസിങ് സയൻസ് ആണ്. അടുത്ത പോയിന്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും സോഷ്യോളജി ഒരു ജനറൽ സയൻസ് ആണ്, നോട്ട് എ സ്പെഷ്യൽ സയൻസ് എന്നും പറയുന്നുണ്ട്. ഇതെന്താണെന്ന് നമുക്ക് പറയാം. ജനറലൈസിങ് സയൻസ് ആണ് സോഷ്യോളജി, ഒരിക്കലും ഒരു പർട്ടിക്കുലറൈസിങ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസിങ് സയൻസ് അല്ല. ഇത് തന്നെയാണ് ഒരു രീതിയിൽ നമ്മൾ ആബ്സ്ട്രാക്റ്റ് ആണെന്ന് പറഞ്ഞല്ലേ. പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് കോൺക്രീറ്റ് സയൻസ് ആണ്. ഓക്കെ,
പർട്ടിക്കുലർ ആയിട്ടുള്ള സയൻസുകളിലെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് കോൺക്രീറ്റ് സയൻസ് ആയില്ലേ, ഇൻഡിവിജ്വലൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മളവിടെ പഠിക്കുന്നത്. അതല്ല എന്ത് സോഷ്യോളജി. പകരം ജനറലൈസിങ് ആയിട്ടുള്ള ജനറൽ സയൻസ് ആണ്, ആബ്സ്ട്രാക്ട് സയൻസ് ആണ്. ഇപ്പോൾ പോയിന്റ് പിടികിട്ടി കാണുമല്ലോ. ഓരോ ഇവൻറ്റും നടക്കുന്നത് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ. ഇപ്പോൾ ഒരു വാർ എടുത്താലും നമ്മൾ നേരത്തെ പറയും, ഒരു പർട്ടിക്കുലർ ആയിട്ട് അതിനെ കോൺക്രീറ്റ് ആയിട്ട് ഓരോ ഈവൻസും ഓരോ ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റ് പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ പർട്ടിക്കുലർ ഇവൻറ്റ്സ് പഠിക്കുന്നതിനോട് സോഷ്യോളജി എന്ന ഡിസിപ്ലിന് താല്പര്യമുള്ളതല്ല. ഇത് കുറച്ചുകൂടി ജനറൽ വേയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനും ഒരു ഉദാഹരണം പറയുകയാണ്. ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ പഠിക്കണം. പക്ഷേ സോഷ്യോളജി പഠിക്കുമ്പോൾ ഒരു ജനറൽ ആയിട്ട് റെവല്യൂഷനെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇത് എന്താണ് ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുകൂടി നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാലേ ഇതിൻ്റെ ഒരു എസൻസ് ഇവിടെ മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും സോഷ്യോളജിയിൽ ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? അത് പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതൊക്കെ പഠിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. എന്താണ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് നമ്മൾ പഠിക്കേണ്ടത് കാര്യമുണ്ടായിട്ടാണ് നമ്മളവിടെ സോഷ്യോളജി പഠിക്കുന്നത്. സോഷ്യോളജി അതിൻ്റെ ഒരു വഴി നോക്കുമ്പോൾ സോഷ്യോളജി എന്നൊരു ഡിസിപ്ലിൻ വരാൻ ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ വളരെ ഒരു ഈവൻ്റാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഈവൻ്റ് ആയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് വേറൊരു രീതിക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വാർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും എല്ലാ ഈവൻറ്റും ഭയങ്കര മൈന്യൂട്ടായിട്ട് നോക്കി കോൺക്രീറ്റ് ആയിട്ട് പഠിക്കുന്നില്ല സോഷ്യോളജി. പകരം എന്താണ്, മൊത്തത്തിൽ അതിനെ കാണുന്നു ഒരു സോഷ്യൽ ഫിനോമിനായിട്ട്, ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ആക്കി കണ്ട് അങ്ങനെയാണ് പഠിക്കാൻ സോഷ്യോളജി ശ്രമിക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങൾ പാസ്റ്റിനെ കുറിച്ചൊക്കെ വളരെ കോൺക്രീറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഒരിക്കലും സോഷ്യോളജി അങ്ങനെ അല്ല പഠിക്കുന്നത്, അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. അത്രമാത്രം മനസ്സിലാക്കി വെച്ചേക്കുക. നിങ്ങൾക്ക് ഇനി ഒന്നും ഞാനീ പറഞ്ഞതെന്ന് ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് പഠിക്കുക എന്ന് വെച്ചാൽ ഈ കീവേഡ്സ് മാത്രമെങ്കിലും പഠിച്ചു വെച്ചേക്കുക. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് സയൻസ് ആണ്, ജനറലൈസിങ് സയൻസ് ആണ്, ജനറൽ സയൻസ് ആണ് എന്ന് മാത്രം പഠിച്ചു വെച്ചേക്കുക. അത്ര പഠിച്ചു വെച്ചാലും നമുക്ക് MCQ ഒക്കെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ജനറൽ സയൻസ് ആണെന്ന് പറയാനുള്ള കാര്യം അറിയാമല്ലോ, ഇതൊരു സ്പെഷ്യൽ സയൻസ് ഒന്നും അല്ല, ജനറലായിട്ട് നമ്മൾ അത് തന്നെയാണ് ജനറലൈസിങ് സയൻസ് എന്ന് നമ്മൾ പറഞ്ഞത്. അതൊക്കെ ഏകദേശം ഒരേ മീനിങ് കൺവേ ചെയ്യുന്ന കാര്യങ്ങളാണ്. കുറച്ച് പോയിൻ്റായിട്ട് അതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എല്ലാ ആസ്പെക്റ്റ് ഹ്യൂമൻ ലൈഫിൻ്റെ എല്ലാ ആസ്പെക്റ്റും ഒരു ജനറൽ വേയിൽ പറയുന്ന ഒരു സയൻസാണ് സോഷ്യോളജി. അതുകൊണ്ടാണ് അതിനെ ജനറൽ സയൻസ് എന്ന് പറയുന്നത്. ഇത്ര മാത്രം ഓർത്ത് വെച്ചേക്കുക, ഒരിക്കലും പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് അല്ല സോഷ്യോളജി. ഓക്കെ, ഇതൊരു ജനറലൈസിങ് സയൻസ് ആണ്, ജനറൽ സയൻസ് ആണ്, റിലേറ്റീവ്ലി ഒരു അബ്സ്ട്രാക്റ്റ് സയൻസ് ആണ്. ഓക്കെ, സൊസൈറ്റിയുടെ എല്ലാ ആസ്പെക്റ്റുകളും ഡീൽ ചെയ്യുന്നുണ്ട് സോഷ്യോളജി. എങ്ങനെ? ഒരു ജനറൽ വേയിൽ, കൂടുതൽ ഫോക്കസ് ഒന്നിനും കൊടുക്കുന്നില്ല. അപ്പോൾ എക്കണോമിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായൊരു ബൗണ്ടറിയിൽ നിന്നിട്ട് അത് കൂടുതൽ എംഫസിസ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ എക്കണോമിക് പരമായിട്ടുള്ള കാര്യങ്ങളല്ലേ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ ആ ഒരു ആസ്പെക്റ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പൊളിറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളും അങ്ങനെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യോളജി ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വരും അല്ലേ, എല്ലാ ആസ്പെക്റ്റും വരും, ഒരു ജനറൽ വേയിലും മുഴുവൻ എല്ലാ ആസ്പെക്റ്റും വരും അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ജനറൽ സയൻസ് ആണ്, ഒരിക്കലും ഒരു സ്പെഷ്യൽ സയൻസ് അല്ല. പിന്നെ പറയുന്നൊരു പോയിന്റ് ബോത്ത് റാഷണൽ ആൻഡ് എംപിരിക്കൽ എന്നാണ്. ബോത്ത് റാഷണൽ ആൻഡ് എംപിരിക്കൽ. റാഷണൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ്, ഒരു യുക്തിപരമായിട്ട് അല്ലേ, ഒരു റീസണൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്ട്രെസ് ചെയ്ത് ലോജിക്കലായിട്ടുള്ള ഇൻഫറൻസിൽ നിന്നും റിസൾട്ടുകൾ എടുക്കുക. അതാണ് റാഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? റാഷണലിസം സ്ട്രെസ്സസ് റീസൺ ആൻഡ് ദീസ് റിസൾട്ട് ഫ്രം ലോജിക്കൽ ഇൻഫറൻസ്. ഒരു യുക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഒരു ചിന്തയിൽ നിന്നൊക്കെയാണ് ഈ റാഷണലിസം വരുന്നത്, ഒരു റീസണിങ്ങിലൂടെ അല്ലേ. അങ്ങനെയാണ് റാഷണലിസം വരുന്നത്. അപ്പം ഈ റാഷണലായിട്ടുള്ള ഒരു തിങ്കിങ് എവിടെയുണ്ട്? നമ്മുടെ സോഷ്യോളജിയിലുണ്ട്. സോഷ്യൽ ഫിനോമിനെ സയൻറ്റിഫിക് ആയിട്ടാണ് പഠിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ, വെറുതെ അല്ല പഠിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു സോഷ്യൽ ഫിനോമിനെ സയൻറ്റിഫിക് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ സയൻറ്റിഫിക് വേയിൽ പഠിക്കുമ്പോൾ എന്തായാലും ഒരു റാഷണലിസം അവിടെ വരത്തില്ലേ. ഓക്കെ, പിന്നെ എംപിരിക്കൽ സയൻസ് ആണ്. അത് കൂടുതലും നിങ്ങൾ ഓർക്കാനില്ല. എംപിരിക്കൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസുകളിലൂടെയും അതുപോലെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ദിവസേന നമ്മൾ ഒബ്സർവേഷനിലൂടെ നമ്മൾ അനുഭവിച്ച് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ വന്നിട്ടുള്ള ഒരു സയൻസാണ് എന്ത്, സോഷ്യോളജി എന്ന് പറയുന്നത് അല്ലേ.
നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ഹ്യൂമൻ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സൊസൈറ്റിയിലെ ഓരോ ഈവൻറ്റുകളും ഇങ്ങനെ ഇൻട്രാക്ഷൻ ആയാലും അവരുടെ ബിഹേവിയർ ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എംപിരിക്കലല്ലേ, ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒബ്സർവേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ആ ഒരു എക്സ്പെരിമെൻറ്റേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഇതിനെയാണ് നമ്മൾ എംപിരിസിസം എന്ന് പറയും. അപ്പം റാഷണലിസത്തിനും ഇവിടെ സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ എംപിരിസത്തിനും സ്ട്രെസ്സ് കൊടുക്കുന്നു. അപ്പോൾ സോഷ്യോളജിക്കൽ ഇൻക്വയറി എന്ന് പറയുന്ന ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. എങ്ങനെയാണ് കാര്യങ്ങൾ ഇൻക്വയർ ചെയ്യുന്നത്, ഒരു റാഷണൽ വേയിലൂടെയാണ്. ഓക്കെ, ഒരു എംപിരിക്കൽ വേയിലൂടെയാണ്. അപ്പം റാഷണൽ ആൻഡ് എംപിരിക്കൽ സയൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഒന്നുകൂടി ഈ കീവേഡ്സ് തന്നെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മളോട് എന്തായാലും എസ്സേ എഴുതാനൊന്നും പറയുന്നില്ല. MCQസിന് വേണ്ടിയിട്ട് ഈ കീവേഡ്സ് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. എന്നാലും ഒരു എക്സ്പ്ലനേഷന് വേണ്ടി എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിൽ ഒരു പോയിന്റെങ്കിലും ഓർക്കുമ്പോഴത്തേക്ക് ആ ഒരു കീവേഡ് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആണെന്നുള്ളത് ആർക്കും മറന്നു പോകാൻ സാധ്യതയില്ല. സോഷ്യൽ സയൻസ് ആണെന്നും ആരും മറന്നു പോവില്ല. പ്യുവർ സയൻസ് ആണെന്ന് ഓർക്കുക. ഈ പ്യുവർ സയൻസ് ആണെന്നുള്ളത് പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ അപ്ലൈഡ് സയൻസ് അല്ല എന്നും കൂടി ഓർക്കുക. അപ്പോൾ ചിലർക്ക് എങ്ങനെ മനസ്സിലാവും പ്യുവർ സയൻസ് എന്താണ്, അപ്ലൈഡ് സയൻസ് എന്താണ്. നമ്മൾ എക്സാമ്പിൾ വെച്ചൊക്കെ പറഞ്ഞതല്ലേ, ഫിസിക്സ് ഒരു പ്യുവർ സയൻസ് ആണ്, എൻജിനീയറിങ് അപ്ലൈഡ് സയൻസ് ആണ്. സോഷ്യോളജി ഒരു പ്യുവർ സയൻസ് ആണ്, സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ അഡ്മിനിസ്ട്രേഷനൊക്കെ അപ്ലൈഡ് സയൻസ് ആണ്. ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് സോഷ്യോളജി പ്യുവർ സയൻസ് ആണെന്നുള്ളൊരു പോയിന്റ് കിട്ടും. പിന്നെ കാറ്റഗറിക്കൽ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, വാല്യൂ ഫ്രീ ആണെന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു നോർമേറ്റീവ് ഡിസിപ്ലിൻ അല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നോട്ട് റൈറ്റ് അല്ലെങ്കിൽ നോട്ട് റോങ് എന്നുള്ളൊരിത്, ഇതാണ് ശരി ഇതാണ് തെറ്റ് അങ്ങനെയൊന്നും വരുന്നില്ല എന്നുള്ളത് പറഞ്ഞു. പിന്നെ ആബ്സ്ട്രാക്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ, അത് വളരെ എളുപ്പമല്ലേ നമുക്ക് ഓർത്ത് വയ്ക്കാം. കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അത് പറയുന്നത്, അബ്സ്ട്രാക്റ്റ് ആയിട്ട് മൊത്തത്തിലാണത് എല്ലാത്തിനെയും കൂടെ ഒരു സോഷ്യൽ ഫിനോമിനായി ആസ് എ അല്ലെങ്കിൽ ജനറലായിട്ട് സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന രീതിക്കൊക്കെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെന്താണ്, ജനറലൈസിങ് സയൻസ് ആണ്, ജനറൽ സയൻസ് ആണ്, റാഷണൽ ആൻഡ് എംപിരിക്കലാണ്. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്ന് വ്യക്തമായിട്ട് ഓർത്ത് വെച്ചേക്കുക, റാഷണലുമാണ് എംപിരിക്കലുമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നേച്ചർ ഓഫ് സോഷ്യോളജി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.